ഹലോ, നമസ്കാരം. എൻ്റെ പേര് മുഷ്രിഫ. ഞാൻ ഈ വർഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ബസ് പൂർത്തിയാക്കി. ഈ മമ്പാട് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്ന ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുണ്ട്, മധ്യപ്രായക്കാരുണ്ട്, നല്ല പ്രായമുള്ളവരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന ഈ ഒരു വേദിയിൽ സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ സന്തോഷം. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ സാധാരണ ജനിക്കുമ്പോൾ തന്നെ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ജനിച്ചു വളർന്നു വരുന്നതിനനുസരിച്ചാണ് കാഴ്ച കേൾവിയൊക്കെ വളർന്നിരുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അസുഖമായില്ലാണ് പറഞ്ഞത്. അപ്പോൾ സംസാരിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് തുടങ്ങിയത് ഓഡിറ്ററി ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖം. അതായത് നമ്മൾ തലച്ചോറിലേക്ക് സിഗ്നൽസ് കൊണ്ടുപോകുന്ന നെർവ്, ആ നെർവിന്റെ കട്ടി, അതിന്റെ ഭാഗം അങ്ങനെയുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ സാധാരണ കേൾവിക്കുറവും ഇങ്ങനത്തെ പ്രശ്നവും നമ്മളുടെ ബന്ധം എന്താ വെച്ചാല്, സാധാരണ പ്രശ്നമാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഏത് ഭാഗത്താണോ പ്രശ്നം അവിടെ സർജറി ചെയ്യാം. പക്ഷെ എന്റെ കാര്യത്തില് സർജറി ചെയ്താൽ ശരിയാവുന്ന ഫുള്ളായിട്ട് ഉറപ്പ് തരാൻ ഡോക്ടർമാർക്ക് പറ്റില്ലായിരുന്നു. പിന്നെ ഹിയറിംഗ് എയ്ഡ് വെച്ചാലും വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വെക്കാന്ന് വെച്ചാൽ സൗണ്ട് കൂടുതലാക്കി കിട്ടും, പക്ഷെ വലിയ ബെനിഫിറ്റ് അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിച്ച് അവരുടെ മുഖത്തൊന്നും അവരുടെ ചുണ്ടുകളൊക്കെ നോക്കിയിട്ടും നിനക്ക് കിട്ടുന്ന സൗണ്ട് വെച്ചിട്ടൊക്കെ വേഗം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാക്കാനാണ് കൂടുതൽ പ്രധാനം എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ സർജറി ഒന്നും ചെയ്തിട്ടില്ല, ഹിയറിംഗ് എയ്ഡ് അങ്ങനെ വെക്കുന്ന ആളല്ല. ഞാന് ഇപ്പൊ ഒരു 8-9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ മെല്ലെ അസുഖം തുടങ്ങിയത്. അപ്പൊ അത്രയും കാലം ഇപ്പോ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ സ്വന്തമായിട്ട് ഞാൻ തന്നെയായിരുന്നു നോട്ട്സ് ഒക്കെ എഴുതിയിരുന്നത്, ടീച്ചേഴ്സ് പറയുന്നത്. ഇപ്പൊ ഈ അസുഖം വന്ന ശേഷം ഉണ്ടായ ഒരു മാറ്റവും എനിക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുന്ന ഒപ്പം എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സ് അടുത്തിരിക്കുന്ന ആൾക്കാരായിരുന്നു നോട്ട്സ് എടുക്കാനൊക്കെ സഹായിച്ചിരുന്നത്. എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. എന്താ പറയാ, ഇപ്പോ ഞാനിവിടെ MSc പഠിച്ചതാണ്. ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം, ഒരു നല്ലൊരു തീരുമാനമായിരുന്നു ഈ സ്കൂളിൽ തിരഞ്ഞെടുത്തത്. ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് 10ാം ക്ലാസ്സിൽ ഫുൾ എപ്ലസും ഇവിടെ +2 ഒന്നും ഫുൾ എപ്ലസും നല്ല മാർക്ക് വാങ്ങിയിട്ട് ജയിച്ചത്. പിന്നെ MBBS ചേർന്നത്. ഇപ്പൊ MBBSും നല്ല മാർക്ക് വാങ്ങിയിട്ട് നല്ല എഴുതിയത് കമ്പ്ലീറ്റ്. അപ്പോ ഇപ്പൊ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഭൂരിഭാഗം മനുഷ്യരും ജീവിതം സ്മൂത്തായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ശരാശരി മനുഷ്യന് അങ്ങനെയാണ് ചിന്തിക്കുക, ജീവിതം സ്മൂത്തായിരിക്കണം. പക്ഷെ ശരിക്കും എല്ലാവരുടെ ജീവിതവും സ്മൂത്ത് അല്ല. പല പ്രശ്നങ്ങളും പല വഴികളും നമ്മളെ നേരെ വരും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് തോന്നും, ഇപ്പോൾ ഞാൻ എന്ത് പറ്റിയതാ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെ തേടി വരുന്നത്, അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് തോന്നും. പക്ഷെ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് ജീവിതം, ഇത് തന്നെ ആയിരിക്കും ജീവിതം. ഇപ്പൊ ഉള്ള പ്രശ്നങ്ങൾ ഇനിയും വരാം, അങ്ങനെ പലതും ഉണ്ടാവാന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. പിന്നെ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക, അതൊന്നും എന്താ പറയാ, നമുക്ക് നമ്മളെ കുടുംബത്തിന് മാത്രമേ നഷ്ടങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അക്സെപ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ജീവിതം എന്ന്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമുക്കൊക്കെ. നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും നമ്മുടെ മാതാപിതാക്കള്. പിന്നെ നമ്മള് കണ്ണ്, ചെവി, നമ്മുടെ ഓരോ അവയവങ്ങളും ഒക്കെ വലിയ അനുഗ്രഹമാണ്. MBBSല് ഫസ്റ്റ് ഇയറിൽ അനാട്ടമി പഠിക്കാനുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മള് കണ്ണൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച നമ്മള് കണ്ണിൽ പതിയുന്ന തലകീഴായിട്ടാണ്. അത് നമ്മളെ നാടി നമ്മുടെ തലച്ചോറിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നേരെ ചിത്രം കാണിച്ചു തരുന്നത്. അപ്പൊ അതൊക്കെ എത്ര നന്നായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വർത്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇപ്പം സ്ട്രോക്ക് വന്നിട്ട്, പക്ഷാഘാതം വന്നിട്ട് ശരീരം തളർന്നു പോയ ഒരാളോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. ഇപ്പോ നമ്മുടെ ശരീരം വിരലിങ്ങനെ അനക്കുന്നത് എത്രത്തോളം അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. കാരണം സ്ട്രോക്ക് വന്ന ആൾക്ക് നടക്കാൻ വരെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഒരു ചെറിയ കുട്ടി വളർന്നു വരുന്ന പോലെ അവർക്ക് ആദ്യം മുതൽ അത് പഠിക്കണം, എങ്ങനെ നിൽക്കണം, ആദ്യം വിരല നിൽക്കണം, പിന്നെ കൈക നിൽക്കണം, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാം അത് എത്ര വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് നഷ്ടപ്പെടുന്നത് വരെ നമ്മൾ മനസ്സിലാക്കില്ല ഒന്നിന്റെ വില.
അതാണ്. എല്ലാവർക്കും നന്ദി.